ആശ്ചര്യവും കൗതുകവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു കുട്ടിക്ക് പലപ്പോഴും കൗതുകം തോന്നുന്നു. അതിന് തിരിച്ചറിവ് കിട്ടുന്നത് മുതൽ കൗതുകത്തിൽ നിന്നാണ് ബുദ്ധിയുടെ തുടക്കം. അവർക്കെല്ലാത്തിനോടും കൗതുകമുണ്ടായിരിക്കും. അവർക്ക് ഉത്തരം കൊടുത്താൽ അതിനെപ്പറ്റി അവർക്കൊരു ചോദ്യം കൂടി ഉണ്ടാകും. പലപ്പോഴും മാതാപിതാക്കൾ അത് കേട്ട് മടുത്ത് ഓക്കെ നീയൊന്നും മിണ്ടാതിരിക്കുക എന്ന് പറയും. പ്രത്യേകിച്ച് 3, 5, 6 വയസ്സ് പ്രായമുള്ള കുട്ടികൾ വളരെ കൗതുകമുള്ളവരായിരിക്കും. അവർക്ക് എല്ലാത്തിലും കൗതുകമുണ്ടായിരിക്കും. പക്ഷേ അത് കഴിഞ്ഞ് കൗതുകം ജീവിതത്തിൽ നിന്ന് പോകുന്നു. അവർ കുറച്ചുകൂടി വളരുമ്പോൾ അവർക്ക് പല കാര്യത്തെപ്പറ്റിയും കൗതുകം തോന്നുന്നു. അത് കഴിഞ്ഞ് കൗമാരപ്രായമാകുമ്പോഴും അവർക്ക് കൗതുകം തോന്നുന്നു. എന്നാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ ജീവിതത്തിൽ കൗതുകം അവസാനിക്കുന്നു. നിഷ്ക്രിയരായി മാറുന്നു. ആളുകളെല്ലാം വിഷണ്ണരും മനസ്സും അടുത്തവരും ഒന്നിലും താല്പര്യമില്ലാത്തവരുമായി മാറുന്നു. താല്പര്യമില്ലായ്മ ലോകത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടായാൽ ആ നിമിഷം കൗതുകം അവസാനിക്കുന്നു. കൗതുകമാണ് ശാസ്ത്രത്തിൻ്റെ മാതാവ്. ആശ്ചര്യമാണ് ആത്മീയതയുടെ മാതാവ്. ശാസ്ത്രത്തിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് കൗതുകമാണ്. കൗതുകം മനസ്സിൽ കൂടി പ്രവർത്തിക്കുന്നു. ആശ്ചര്യം ഹൃദയത്തിൽ നിന്നും ഉദ്ഭവിക്കപ്പെടുന്നതിൻ്റെ പ്രകടനമാണ്. കൗതുകം മനസ്സിൻ്റെ തുടക്കമാണ്. ആശ്ചര്യം മനസ്സിൻ്റെ അവസാനമാണ്. നിങ്ങൾക്ക് ആശ്ചര്യപ്പെടാം, ഈ പൂവ് എങ്ങനെയാണ് ഒരു വിത്തിൽ നിന്നും പുറത്ത് വന്നതെന്ന് ആലോചിച്ച്. എങ്ങനെ ഇലകൾക്ക് ഇത്തരത്തിലുള്ള നിറങ്ങളുണ്ടായി? ഇവയ്ക്കെല്ലാം എങ്ങനെ മെറൂൺ, പിന്നെ പച്ച, പിന്നെ കുറെ വരകൾ? ഇതാണ് ആശ്ചര്യം.